വിശുദ്ധന്മാരുടെ വണക്കം ആചരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് പാദുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ അനുഗ്രഹങ്ങൾ, മംഗളങ്ങൾ നേരുന്നു. പ്രകൃതിയുടെ സാധാരണത്വങ്ങൾക്ക് മുകളിലേക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരു ആത്മീയ വിധാനം തീർത്ത വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. പോർച്ചുഗലിലെ ലിസ്ബണിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധൻ ക്രിസ്തുവിലേക്ക് ഇറങ്ങി നടന്നത് വീട്ടിൽ നിന്ന് മാത്രമായിരുന്നില്ല, ലോക സമ്പത്തിൽ നിന്നും കൂടിയായിരുന്നു. ലിസ്ബണിൽ നിന്നും പാദുവ വരെയാണ് വിശുദ്ധൻ യാത്ര ചെയ്തത്. 40 മണിക്കൂറും 2706 കിലോമീറ്റർ ദൈർഘ്യവുമുള്ള 2 വ്യത്യസ്ത സ്ഥലങ്ങൾ, രാജ്യങ്ങൾ. 1195 ഓഗസ്റ്റ് 15 ലിസ്ബണിലാണ് വിശുദ്ധൻ ജനിച്ചത്. 1231 ജൂൺ 13 ഇറ്റലിയിലെ പാദുവയിൽ അദ്ദേഹം മരണമടഞ്ഞു. പാവപ്പെട്ടവരുടെ, കടൽ യാത്രികരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പുരോഹിതരുടെയും യാത്രികരുടെയും അത്ഭുത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായിരുന്നു വിശുദ്ധ അന്തോണീസ്. 1232 മെയ് മാസം 30 ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മരണമടഞ്ഞതിൻ്റെ 11 മാസം 13 മഹാ അത്ഭുതങ്ങളുടെ അപ്പനാണ് വിശുദ്ധ അന്തോണീസ്. റിംനിയിൽ മത്സ്യങ്ങളോട് അദ്ദേഹം പ്രസംഗിച്ചു. തുലോസിൽ കഴുതയെ ആരാധിപ്പിച്ചു. മരിച്ചയാളെ ഉയർപ്പിച്ചു. ലുബ്ധൻ്റെ ഹൃദയം പണപ്പെട്ടിയിലാണ് എന്ന് പണപ്പെട്ടിക്കുള്ളിലേക്ക് ആ ഹൃദയത്തെ എടുത്തു വച്ചുകൊണ്ട് അത്ഭുതം കാണിച്ചു. വിശുദ്ധ അന്തോണീസ് പുണ്യവാള, ഒന്നും അസാധ്യമല്ല നിനക്ക്. അത്ഭുതങ്ങൾ നിന്റെ വാക്കിനായി കാത്തുനിന്നു. വേദനിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുവാൻ വാക്കുകൾ കാത്തുനിന്ന നിന്റെ നാവ്, മരിച്ചയാളെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു വലിയ ക്രിസ്തു അരികെയുള്ള വിശുദ്ധൻ. 3 തലങ്ങളിൽ ഈ വിശുദ്ധൻ്റെ ജീവിതത്തെ നമുക്ക് ധ്യാനിച്ചെടുക്കാമെങ്കിൽ, 1, ഉയർച്ചയെയും താഴ്ചയെയും ധൈര്യത്തോടെ അഭിമുഖീകരിച്ച വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ ആഗ്രഹം ജീവിക്കുവാനുള്ള അവസരങ്ങളാണ്. എല്ലാ സാഹചര്യങ്ങളും വിശുദ്ധന് ക്രിസ്തുവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുവാനുള്ള കാരണങ്ങളായിരുന്നു. അവിചാരിതമായ എന്തിനേയും തനിക്കേറ്റവും വിചാരമുള്ള ക്രിസ്തുവിൽ അതിജീവിച്ച് വിശുദ്ധ അന്തോണീസ്. 2, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധാലുവായിരുന്ന വിശുദ്ധൻ. ക്രിസ്തുനാഥൻ നമ്മിലുള്ള സർവ്വ പ്രശ്നങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പദ്ധതി കരുതി വയ്ക്കുന്നുണ്ട്. നമ്മുടെ വേദനകൾ നമ്മുടേത് മാത്രമല്ല, അഥവാ നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിന് നമ്മിൽ ഉള്ള പദ്ധതി കൂടിയാണ്. വിശുദ്ധ അന്തോണീസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പ്രവൃത്തികൾ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. നിന്റെ വാക്കുകൾ എന്നെ പഠിപ്പിക്കട്ടെ, നിന്റെ പ്രവൃത്തികൾ എന്നിൽ സംസാരിക്കട്ടെ എന്ന് വിശുദ്ധ അന്തോണീസ് ആവർത്തിക്കുമായിരുന്നു. 3, കാലുകൾ ദൃഢതയോടെ നിലത്തുറപ്പിച്ച് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക. വിശുദ്ധ അന്തോണീസ് പറഞ്ഞു: സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഇത്രയും മനോഹരമെങ്കിൽ എത്രയോ മഹനീയവും സുന്ദരവുമായിരിക്കും അതിനെ സൃഷ്ടിച്ച ദൈവം. സൃഷ്ടാവിൻ്റെ ജ്ഞാനം സൃഷ്ടികളിൽ പ്രകടമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെതായി ജീവിക്കുവാൻ വിശുദ്ധ അന്തോണീസിൻ്റെ സഹായം നമുക്ക് തേടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.